ബ്ലാക്ക് വ്യൂ എന്ന ബ്രാൻഡിൻ്റെ ബ്ലാക്ക് വ്യൂ ആക്റ്റീവ് 12 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് വ്യൂ ആക്റ്റീവ് 12 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 30,000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇത്. ഇപ്പോൾ സാധാരണ ടാബുകളിൽ 8,000 mAh ബാറ്ററി കൂടി പല ഒരു 10,000 mAh ബാറ്ററിയൊക്കെയാണ് കാണാറ്. പക്ഷേ ഇതിൽ 30,000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മേജർ ബാറ്ററി കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഒരു പ്രൊജക്ടർ വരുന്നുണ്ട്. അപ്പം 200 ലൂമൻ്റെ ഒരു പ്രൊജക്ടറാണ് ഇതിൽ വരുന്നത്. ഓട്ടോ ഫോക്കസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ ഒരു ബാക്കിൽ അലൂമിനിയം സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബാക്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. 400 ലൂമൻ്റെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൽ MIL STD 810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ IP68, 69K റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു റഗഡ് ടാബ്ലറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു IP റേറ്റിംഗും MIL STD 810H സർട്ടിഫിക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 108 MP 1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പൊതുവേ ടാബുകളിൽ അത്ര മികച്ചൊരു റെസൊല്യൂഷനൊന്നും ക്യാമറയിൽ കൊടുക്കാറില്ല. പൊതുവേ 8 MP അല്ലെങ്കിൽ കൂടി പല ഒരു 13 MP ഒക്കെയാണ് കാണാറ്. പക്ഷേ ഇതിൽ 108 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. അതുമാത്രമല്ല ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പൊതുവേ ഇത്രയും കൂടിയ റെസൊല്യൂഷൻ ടാബുകളിൽ കാണാറില്ല. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 11 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. ഈ ഒരു ടാബിൻ്റെ വില ഏകദേശം 58,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3K റെസൊല്യൂഷനെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ അതുമാത്രമല്ല IPS LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് 120 Hz റിഫ്രഷ് റേറ്റ് എങ്കിലും കൊടുക്കായിരുന്നു. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ 14.4:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 650 nits ആണ്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 58,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം പ്രോസസ്സറും അത്ര മികച്ചതല്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 32 GB റാം വരെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെയാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടാബ് പെട്ടെന്ന് ഏറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള DocOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി വെയ്റ്റിൻ്റെയും തിക്നെസ്സിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് 1522 ഗ്രാം വരുന്നുണ്ട്. അതായത് 1.5 കിലോ വെയിറ്റ് വരുന്നുണ്ട്. വളരെ വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പം പ്രൊജക്ടറും ഇതുപോലെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വെയിറ്റ് വളരെ കൂടും. അപ്പം വെയിറ്റ് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ 576 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 58,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ പ്രൊജക്ടറും ഫോണിൻ്റെ ബാക്കിൽ ഫ്ലാഷ് ലൈറ്റും അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണലും പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരു ടാബ് നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടാബ് എടുത്തോളണം എന്നില്ല. ഇപ്പം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോസസ്സർ, ഡിസ്പ്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഇവിടെ കുറച്ച് ബാക്കിലോട്ടാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു ഫോൺ അല്ലെങ്കിൽ ടാബ് ഞാൻ എടുത്തോളണം എന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.